ഇന്ത്യൻ കരസേനയുടെ ഭാഗമാകാൻ താല്പര്യമുള്ളവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ടെറിട്ടോറിയൽ ആർമിയിലേക്ക് വിളിക്കാൻ പോകുന്നുണ്ട്. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുള്ളവർ അപേക്ഷ തുടങ്ങുമ്പോൾ അപേക്ഷിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജോയിൻ ടെറിട്ടോറിയൽ ആർമി ആസ് എൻ ഓഫീസർ എന്ന് പറയുന്ന പുതിയൊരു നോട്ടിഫിക്കേഷനാണ്. ഓഫീസർ റാങ്കിൻ്റെ നോട്ടിഫിക്കേഷനാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പാർട്ട് ടൈം കമ്മിറ്റ്മെൻറ്റ് ആൻഡ് നോട്ട് എ ഫുൾ ടൈം കരിയർ എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. ഫുൾ ടൈം ജോബ് ആയിരിക്കില്ല, നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടായിരിക്കും നിങ്ങൾ ഇതിൻ്റെ ടെറിട്ടോറിയൽ ആർമീൻ്റെ ഈ ഒരു ഓഫീസർ റാങ്ക്. ഇപ്പം മറ്റുള്ള പോസ്റ്റുകൾ പോലെയല്ല, ഈ ഓഫീസർ റാങ്കിൻ്റെ മെയിൻ അജണ്ട നമ്മുടെ പഴയതൊക്കെ പോലെയാണ്. അതായത് സിവിലിയൻസിന് നമുക്ക് ആർമിയിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ അവർ ഏജ് ലിമിറ്റ് കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും അവർക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ടാകും. അപ്പോൾ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി നൽകുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഇതിലൂടെ ആർമി പ്രധാനമായിട്ടും മനസ്സിലാക്കി നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്ന കാര്യം എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നിങ്ങൾ എൻ്റർ ആവുകയാണെങ്കിൽ ഫുൾ ടൈം ആയിരിക്കില്ല, നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് ആർമിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാനുള്ളൊരു അവസരമായിരിക്കും ലഭിക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ടെറിട്ടോറിയൽ ആർമി നമ്മുടെ ഓഫീസർ റാങ്കാണിത്. ഇതിൻ്റെ ഓഫീസർ അല്ലാതെ നമ്മുടെ നോർമൽ ഇതുമുണ്ട്, സോൾജർ റാങ്കും ഉണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരുന്ന പലർക്കും സംശയം ഉണ്ടാവും. അത് ഈ വർഷം അവസാനത്തിനുള്ളിൽ വരുമെന്നുള്ള കാര്യവും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും മുമ്പോട്ടേക്ക് വരുന്നതായിരിക്കും. നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. 20 ഏപ്രിൽ 2026 മുതലാണ് 19 മെയ് 2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. നമ്പർ ഓഫ് വേക്കൻസി 11 ഒഴിവാണ് ആൺകുട്ടികൾക്ക്, ആകെ 1 ഒഴിവാണ് പെൺകുട്ടികൾക്ക്. ഓൾ ഇന്ത്യ ലെവലാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓൾ ഇന്ത്യ ലെവൽ നോട്ടിഫിക്കേഷനാണ് ഇത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓൾ ഇന്ത്യ ലെവലിലാണ് ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 18 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. മിനിമം നിങ്ങൾക്ക് 18 വയസ്സുണ്ടെങ്കിൽ ഇതിന് അപേക്ഷ കൊടുത്ത് തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. ഒരു ഡിഗ്രി ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക. പിന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, അതുപോലെ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കുന്നവർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും ആദ്യം ഉണ്ടാവുക. അത് 12 ജൂലൈ 2026 നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എന്തായിരിക്കും കേരളത്തിൽ നടക്കുന്നതായിരിക്കും. ഈ എക്സാം കേരളത്തിൽ സെൻറ്റർ ഉണ്ടാവും. പക്ഷേ ഒരു എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾ നോക്കുക. റീസണിങ് ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ നോളജ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇതിന് ഓരോ സെക്ഷനും സെപ്പറേറ്റ് കട്ട് ഓഫ് വെക്കുന്നതായിരിക്കും. അതായത് സെക്ഷണൽ കട്ട് ഓഫ് അല്ലെങ്കിൽ സെക്ഷണൽ മാർക്കിംഗ് എന്ന് പറയുന്നൊരു സംഭവം നോർമലി ഉണ്ടാവാറുണ്ട്. ഈ വർഷത്തെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കുറച്ച് കഴിഞ്ഞാൽ ഇനിയും ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഇപ്പം 40 മാർക്കിലാണെങ്കിൽ മിനിമം 20 മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. അതുപോലെ 30 മാർക്കിലാണെങ്കിൽ 15 മാർക്ക്. ഏകദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞ തവണകളിൽ അങ്ങനെയായിരുന്നു. നമുക്ക് ഒരു ഈ ഒരു സബ്ജക്റ്റിന് ഓരോ സിലബസിൻ്റെ ഓരോ ഭാഗത്തുനിന്നും സെക്ഷണൽ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ചിട്ടാണ് ലഭിക്കുക. മൊത്തം 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സാമിനേഷൻ്റെ ഒരു പാറ്റേൺ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിന് മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ലെഫ്റ്റനൻറ്റ് റാങ്കിലേക്കായിരിക്കും എൻ്റർ ആകാൻ പോകുക. 56,100 മുതൽ 1,77,500 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത്. അതുപോലെ തന്നെ ഇത് എക്സാം ക്ലിയർ ചെയ്യുന്നവർക്ക് നമുക്ക് SSB ഇൻ്റർവ്യൂ ഉണ്ടാവും. എന്താണ് SSB ഇൻ്റർവ്യൂ എന്ന് അറിയില്ലെന്നാണെങ്കിൽ SSB ഇൻ്റർവ്യൂ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി. SSB ഇൻ്റർവ്യൂ LTM, അതായത് ലൈഫ് ട്രാക്ക് മലയാളം. SSB ഇൻ്റർവ്യൂ ലൈഫ് ട്രാക്ക് മലയാളം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ചെയ്ത വീഡിയോ ആണെങ്കിലും നിലവിലും ഈ ഏകദേശം അതേ പ്രൊസീജിയറിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് പുതിയൊരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും അതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എന്തായാലും ഇതിൻ്റെ അപേക്ഷ തുടങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് നോർമലി വരാറുണ്ട്, 500 രൂപേൻ്റെ അടുത്തൊക്കെ ഫീസ് വരാറുണ്ട്. അപ്പോൾ എന്തായാലും അപേക്ഷ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഒരു ഷോർട്ട് നോട്ടീസാണ്, ഈ ഒരു നോട്ടീസാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം. ആവശ്യമാണ് സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പോൾ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് നമ്മൾ അപേക്ഷിക്കേണ്ട ലിങ്ക്, നോട്ടിഫിക്കേഷൻ എല്ലാം തന്നുകൊണ്ടുള്ള വീഡിയോ ഉടനെ വരുന്നതായിരിക്കും.